നമ്മള് സാറ്റർഡേ ആകുമ്പോൾ നമ്മള് ഫോണൊക്കെ നോക്കി റീലൊക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ ഒന്നിലും ആക്റ്റീവ് ഒന്നും ആയില്ല. ഇന്ന് ഭയങ്കര ലേസി ആയിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മൾക്ക് ഡയറ്റ് ആണല്ലോ നമ്മള്. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് കഴിഞ്ഞു. നമ്മള് കേട് നമ്മുടെ തൈരില്ലേ, തൈരും ഫ്രൂട്ട്സും വാങ്ങണം. അപ്പം പിന്നെ ഗോതമ്പൊടി വാങ്ങണം. അല്ല, ഗോതമ്പൊടി നമ്മൾ ഓർഡർ ചെയ്തില്ലേ, ഗോതമ്പൊടി ഓർഡർ ചെയ്ത് അതിപ്പോ വരും. അപ്പൊ നമ്മൾ വിചാരിച്ച എന്തായാലും ഇനിയിപ്പോ നാളെ സൺഡേ ഇനി ഇതിനായിട്ട് ഇനി പുറത്തൊന്നും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചെന്നാ ഇന്ന് അങ്ങ് എങ്ങനെ എപ്പോഴും നമ്മള് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും സാറ്റർഡേ നൈറ്റ് നമ്മൾ അങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങത്തില്ല. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 10:15. തല തിരിഞ്ഞാണ് 10:15. അപ്പൊ നമ്മൾ വിചാരിച്ചെന്നാ നമ്മള് ഗോതമ്പൊടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഡയറ്റ് ആണ് ഗൈസ്, മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കണം, ഡയറ്റ് ആണ്. നമ്മള് ഗോതമ്പ് പൊടി മാത്രമേ കഴിക്കൂ. ഇവനെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. വിശക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്കിപ്പോ ഗോതമ്പൊടി വരും. അപ്പൊ ഗോതമ്പൊടി മേടിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ അടുത്താണ്, നമുക്ക് പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങണം ഗൈസ്. ഫ്രൂട്ട്സ് വാങ്ങണം, വേറൊന്നും വേണ്ട. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് തൈരും വാങ്ങണം, പാലും മേടിക്കണം, അപ്പൊ മുട്ട മേടിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ്. ഒരു വോക്കുമാവും നമുക്ക്. അപ്പൊ സാധനം മേടിക്കുകയും ചെയ്യാം, നാളെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ വിചാരിച്ചത്. അയ്യോ, എന്റെ ക്യാമറ ഇവിടെ ആയിരുന്നു. എനിവേ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഡയറ്റ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ്? കുറച്ച് പാടാണ്. എനിക്കിപ്പോ ഇത് ഇങ്ങനെ മതി നല്ലൊരു തോന്നല്. കാപ്പിടിയണോ മധുരം കഴിക്കണമെന്നൊന്നുമില്ല. ഇവനാണ് ബുദ്ധിമുട്ട്. പക്ഷെ ഞങ്ങക്ക് മന്തി ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തോ, നമുക്ക് ബുദ്ധിമുട്ട് മന്തി, നമുക്ക് ഉഴുന്നുവട, പരിപ്പുവട, അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഇപ്പൊ കുഴപ്പമില്ല. പ്രവീണും ഇപ്പൊ കുഴപ്പമില്ല, ഇല്ലയോ? ഇപ്പൊ കുഴപ്പമില്ല. നമ്മള് അതുകൊണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഫുള്ള് നമ്മൾ ഹെൽത്തി ഫുഡാണ് കഴിച്ചത്. രാവിലെ നമ്മൾ പുഴുങ്ങിയ മുട്ട, പാല്, പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഒരു ബൗൾ ചോറ്, മീൻ കറി, മീൻ കഷ്ണമൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ നല്ല പയറ്, മെഴുക്കോട്ടി എന്ന് വെച്ചാൽ മെഴുക്കോട്ടിയല്ല, ഞാൻ ഇത്തിരി എണ്ണയും വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ഉണ്ടായിരുന്നു. സാലഡ് ഉണ്ടായിരുന്നു, ക്യുക്കുംബറും ക്യാരറ്റും. അപ്പൊ അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഈവനിങ്ങിന് നമ്മൾ തൈരിനകത്ത് ആപ്പിളും പിന്നെ പഴവും കൂടെ മുറിച്ചിട്ടിട്ടാണ് കഴിച്ചത്. അപ്പൊ നമ്മൾ ഡിന്നറിനാണ് ഇപ്പൊ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാങ്ങാൻ. ഇങ്ങോട്ട് നോക്കാതിരിക്കുന്നത് നല്ല, ഇവിടെ മൊത്തം മധുരങ്ങളായിരിക്കുന്നത്. ചില ടൈമിൽ ഇതൊക്കെ ആൾക്കാർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതലും ഈ ക്യാബേജ്, അതൊക്കെ സാധനം, കോളിഫ്ലവർ ഒക്കെ സാലഡായിട്ടൊക്കെ. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല. പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി. നമ്മളിനി ഗോതമ്പൊടി നമ്മൾ ഓർഡർ ചെയ്ത് ക്യാൻസൽ ചെയ്തു. നമുക്ക് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പൊടി മേടിക്കണം. നാട്ടിൽ നിന്നായിരുന്നു നമ്മൾ പൊടിവർഗ്ഗങ്ങളെല്ലാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാളംപുളി എല്ലാം നാട്ടിൽ നിന്നാണ്. തോട്ടുപുളി അത് രണ്ടും ഒന്നാന്ന് തോന്നുന്നു. എന്തായാലും അതെല്ലാം നമ്മൾ നാട്ടിൽ നിന്നായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് മുളക് പൊടി തീർന്നു. മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ മുളക് പൊടി തീർന്നു. മുളക് പൊടി ഞാൻ അടാറ് യൂസാണ്. മുളക് നമുക്ക് ഭയങ്കര, നമ്മൾ സ്പൈസി ലവേഴ്സാണ്. അതുകൊണ്ട് മുളക് പൊടി തീർന്നു. അപ്പം നമുക്ക് മുളക് പൊടിയുടെ മേടിക്കണം. അപ്പം നമുക്ക് അടുത്തത് ഫ്ലോർ മില്ലിലോട്ട് പോവാം. മേടിക്കാനായിട്ട് വന്നു. ഇവിടെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പൊടികളും പിന്നെ പരിപ്പുകളും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാശ്മീരി പൗഡർ, ചില്ലി പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, അതൊക്കെ സാധാ മുളക് പൊടിയില്ലേ, അതൊക്കെ മേടിച്ചു. ചിയാ സീഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള മധുരങ്ങളാണ് അവിടെ എല്ലാം.
നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡയറ്റ് പൊതുവേ എല്ലാവരും പറയും നല്ല എക്സ്പെൻസീവ് ആണെന്നില്ലയോ. നമ്മൾക്ക് ഇവിടെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നാത്ത കാരണം എന്താണെന്നറിയാം, നമ്മൾ ഡെയിലി നമ്മുടെ ശീലമാണ് നമ്മളെന്തെങ്കിലും പൊരിക്കാനൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ പരിപ്പുവട അല്ലെങ്കിൽ പഴംപൊരി, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം ഒരു ഹോബി എന്ന് പറയുന്നത് ചായയുടെ കൂടെ. അപ്പോൾ നമ്മൾക്ക് അത് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ അത്രയും വരുന്നില്ലല്ലോ, അതിന് നമ്മൾ ഈ വരുന്ന ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു എക്സസൈസുമായി നമ്മൾ നടന്നു. അതെ, നമ്മൾ എക്സസൈസുമായി നമ്മൾ ഫുഡ് എന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ചെന്നിട്ട് നമുക്ക് ചെറിയൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. പിന്നെ മീൻകറി ഉണ്ട്. ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ടൈം ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ലേറ്റായിട്ട് വരുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. അത് നമ്മൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇന്നലെ ഞങ്ങൾക്ക് നേരത്തെ കഴിച്ചു, ഇന്ന് നമുക്ക് നേരത്തെ കഴിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കഴിച്ചു, ഇന്ന് നമ്മളിങ്ങനെ വരുന്നത് കൊണ്ടും അതുകൊണ്ട് ലേറ്റായി. അതുകൊണ്ട് കുഴപ്പമില്ല, പെയ്യെ നമ്മൾ സെറ്റാക്കും. ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ പെർഫെക്ഷൻ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ചെന്നിട്ട് ഇനി ഗോതമ്പ് ദോശ, നമുക്ക് രണ്ടുപേർക്കും ഗോതമ്പ് ദോശ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഗോതമ്പ് ദോശയും നല്ല മീൻ കറിയുണ്ട്, അത് കൂട്ടി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാക്കുളിക്കുന്നല്ല ദൈവം വെച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ചാച്ചാ, സീ യു.